നല്ല നല്ല കൊള്ളാം. എഴുത്ത് നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. വെൽ മെയ്ഡ് മൂവിയാണ്. വളരെ നന്നായിട്ട് പെർഫോമൻസ് എല്ലാവരും നന്നായിട്ടുണ്ട്. ഒരു തമിഴും മലയാളം മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. പക്ഷെ വളരെ എൻഗേജിങ് ആയിട്ട് ആക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തു. ഇന്ദ്രൻ ചേട്ടന് എല്ലാവരും നന്നായിട്ട്. ഇന്ദ്രൻ ചേട്ടൻ ഗംഭീരമായിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരുപാട് സിനിമകൾ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടനല്ലേ. അതൊരു അതുല്യ പ്രതിഭാസം തന്നെയാണ്. ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് വളരെയധികം നമ്മളെ എൻജോയ് ചെയ്യും. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. കുറച്ചൊരു നല്ല സിനിമയുണ്ട്. സൂപ്പർ സിനിമയാണ്. നല്ല ആക്ഷനാണ് പുള്ളിക്കാരൻ്റെ മുരളി ഗോപിയുടെ. അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. സൂപ്പർ പെർഫോമൻസ് ആണ്. ഓക്കെ, ഒന്നും പറയാനില്ല. കലക്കി. അതൊക്കെ നല്ല ഭംഗി, നല്ല ക്ലൈമാക്സ് ആണ്. അയ്യോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല മൂവി, നല്ല ആക്ഷൻ, വയലൻസ്, സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. നല്ല മൂവി കേട്ടോ, സൂപ്പർ മൂവി. അയ്യോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല മൂവി, കണ്ടിരിക്കാം. നമുക്ക് 2.25 മണിക്കൂറോളം കണ്ടിരിക്കാൻ പറ്റിയൊരു. അങ്ങനെ ഇല്ല, എന്നാലും റിലേറ്റഡ് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല മൂവി കേട്ടോ, നല്ല സൂപ്പർ മൂവി. നല്ല സിനിമ വേണ്ട, ഒന്നും പറയാനില്ല. സൂപ്പർ കേട്ടോ. അതെ, തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. അതെ, ഉണ്ട്. തീർച്ചയായിട്ടും കിട്ടി തീർച്ചയായിട്ടും കേട്ടോ. ഇന്ദ്രൻസ് ഒരു വെറൈറ്റിയാണ് കേട്ടോ. സിനിമ ടെക്നിക്കൽ സൈഡ് ഗംഭീര സിനിമ. അതായത് ഇതിൻ്റെ എൻ്റയർ വർക്ക് ചെയ്തേക്കണത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമക്ക് വേണ്ടിയിട്ട്. അത്രയും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ആർട്ടിൻ്റെ ആളുകളാണ്. അവർ ഇട്ടേക്കുന്ന സെറ്റും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ടോട്ടലി പടം ഗംഭീര പടമാണ്. ആര്യ വന്നതൊന്നും അങ്ങനെ നന്നായിട്ടുണ്ട്. പടത്തിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം ഒരു തമിഴ് ക്യാരക്ടറായിട്ട് തന്നെ ചെയ്തേക്കണം. അതുകൊണ്ട് ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട് മൊത്തത്തിൽ. ടെക്നിക്കൽ സൈഡ്, കോസ്റ്റ്യൂം, സിനിമോട്ടോഗ്രാഫി, ആർട്ട് ഡയറക്ഷൻ ഇതെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നോർമലി എല്ലാ നടീനടന്മാരെ സ്വാഭാവികമായിട്ടുള്ള പോലെയൊക്കെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് വലിയ ഇതൊന്നും തോന്നില്ല. പക്ഷേ ഇന്ദ്രൻ ചേട്ടനാണ് പടത്തിൽ ഒരു വേറെ ലെവലിൽ ചെയ്തത്. ഓക്കെ, താങ്ക് യു. ക്യാരക്ടർമാരൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സൊക്കെ എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ഇന്ദ്രൻസ് ആര്യ ഇടുക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ആര്യ ക്യാരക്ടർമാരെല്ലാം അടിപൊളിയാണ്. പിന്നെ മുരളി ഗോപിയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ തന്നെയാണ് പടം പോകുന്നത് കേട്ടോ. നമ്മുടെ ഒരു എംബ്രാനൊക്കെ ചെയ്ത പോലൊക്കെ തന്നെയാണ് ആ ഒരു സ്റ്റൈലൊക്കെ പോകുന്നത്. ഏതായാലും ക്യാരക്ടർമാരെല്ലാം, അതായത് ഇന്ദ്രൻ ചേട്ടനെ, ആര്യ തകർക്കാനുള്ളതോ എല്ലാം തകർത്ത് ഒരു വിജയരാഘവനൊക്കെ കിട്ടിയിട്ടുണ്ട് പടത്തിൽ. എല്ലാവരും നല്ല ക്യാരക്ടർ ബേസിലല്ല പടം. പിന്നെ പറഞ്ഞ പോലെ തന്നെ എംബ്രാൻ്റെ ഒരു സ്റ്റൈൽ മൂഡിലാണ് പടം മുന്നോട്ട് പോകുന്നത്. അവസാനത്തെ ക്ലൈമാക്സും ഒക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് ക്ലൈമാക്സ് ഒക്കെ തീർത്തിരിക്കുന്നത്. ആ ഒരു ഇതേ ഉള്ളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പടം പക്ക മാസ് പടം. ആര്യ സൂപ്പർ മാസ് കാണിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ആര്യ തകർത്തൊരു ഇൻ്റർവൽ സീനൊക്കെ ആര്യ പക്ക ലെവലിലാണ്. അതിനൊരു റിവീൽ ചെയ്യുന്നതൊക്കെ പുള്ളി ആരാന്തൊക്കെ റിവീൽ ചെയ്യുന്ന കിടുക്കനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നല്ല മേക്കിംഗ് ആണ് കേട്ടോ. കുഴപ്പമില്ല പടം. ഓക്കെ, പൊള്ളി സാധനം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ത്രില്ലറാണ്. നമ്മുടെ മുരളിയേട്ടൻ്റെ കഥയിൽ അങ്ങനൊരു കോംബോ. ആര്യയ്ക്ക് നന്നായിട്ട് പെർഫോമൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ചെയ്തിട്ടുണ്ട്. ആര്യയുടെ ഒരു മലയാളത്തിലെ ആദ്യത്തെ പടം നല്ലൊരു പടമായി. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ദ്രൻ ചേട്ടൻ്റെ തൊഴുകണം സത്യം പറഞ്ഞ. അപ്പോൾ ഈ ചെയ്ത 3 പടങ്ങളിൽ ഇതൊരു വെറൈറ്റി സാധനമാണ്. എന്നുവെച്ചാൽ മൂപ്പർക്ക് ഇങ്ങനത്തെ നല്ല നല്ല ഓരോ സീന് കൊടുക്കണം. നമുക്ക് കണ്ടിരിക്കാൻ ഒരു ഇതാണ്. ആര്യയുടെ കൂടെ ഉള്ളതും പിന്നെ മുരളിയേട്ടൻ്റെ കൂടെ ഉള്ളതും എല്ലാം അടിപൊളിയുണ്ട്. ഒരു അടിപൊളി പൊളിറ്റിക്കൽ ത്രില്ലറാണ്. ആ സെറ്റപ്പിലൊക്കെയാണ് വരുന്നത്. പക്ഷെ ഒന്നേണ്ട് കമ്പയർ ചെയ്യേണ്ട. അതൊരു വേറൊരു സാധനം. ഫസ്റ്റ് ഹാഫ് നമ്മൾ അങ്ങനെ ഇതില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് ഭയങ്കര സംഭവമായി പോയി. ഫൈറ്റാണെങ്കിൽ ഫൈറ്റും എല്ലാം മേക്കിങ്ങൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട് പടം. നല്ല മേക്ക് ഓവറാണ്. അടിപൊളിയായിട്ടുണ്ട്.